ഹായ്, മാംഗോ മെഡോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വിഷയം എന്ന് പറയുന്നത്, അയ്യോ അനീഷേട്ടാ എന്ത് ചാമ്പയ്ക്കാന്ന് നോക്കിയേ, നിറയെ വീണ് കിടക്കണ്. ഇത് നല്ല ചുമല ചാമ്പങ്ങ, അപ്പ നിറയെ കിടപ്പുണ്ട് കേട്ടോ. നല്ല മധുരം. ഇപ്പം നല്ല ഫ്രൂട്ട്സുകളുടെയൊക്കെ സമയം കേട്ടോ. നമുക്ക് അച്ചാറിടാനാണെങ്കിലും അതേപോലെ കഴിക്കാനാണെങ്കിലും. ഇവിടെ ഏതെന്തോട്ടത്തിനകത്തേക്ക് ഞാൻ വീഡിയോ ചെയ്യാനായിട്ട് കയറിയതാ, പക്ഷെ ഇതേ ഇഷ്ടംപോലെ ചാമ്പങ്ങ, അതും പല വെറൈറ്റി ചാമ്പങ്ങ. നമുക്ക് കഴിക്കാൻ ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് ഇത് പഴുത്തൊക്കെ കിടക്കണം കാണുമ്പോഴേ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമ്മളിന്ന് പറഞ്ഞു വന്ന വേറൊന്നുമല്ല, നമ്മുടെയൊക്കെ കുട്ടിക്കാലത്തെ ഓർമ്മകളിൽ മായാതെ കിടക്കുന്നത് നമ്മുടെ മാങ്ങയോടും അതേപോലെ തന്നെ ചാമ്പങ്ങയോടും ഒക്കെ കിടപിടിക്കുന്ന ഒരു ഫ്രൂട്ട് തന്നെയാണ്. അതേപോലെ മധുരവും പുളിയും ഒക്കെ ഈക്വലായിട്ട് വരുന്നൊരു ഫ്രൂട്ട്. ചെറുപ്പകാലത്തിലൊക്കെ ഇഷ്ടം പോലെ അച്ചാറിട്ട് കഴിച്ചിട്ടുണ്ട്, അല്ലാതെ കഴിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റുമാണ്. വേറൊരു എനിക്ക് തോന്നുന്നു അധികം നമുക്കിപ്പോൾ റെയറായിട്ടാണ് ആ സാധനങ്ങളൊക്കെ നശിച്ചു പോയ ഒരവസ്ഥയിലാണ്, നമുക്കൊന്നും അധികം കാണാൻ കിട്ടുന്നില്ല. അത് വേറൊന്നുമല്ല, നമ്മുടെ കാരപ്പഴമാണ് കേട്ടോ. അപ്പോൾ അത് ഞാനിവിടെ താഴത്ത് കിടന്ന കാരക്കപ്പഴം നിറയെ പെറുക്കി വെച്ചിട്ടുണ്ട്. പഴുത്തിട്ടില്ല, പച്ചയാണ്. ഇത് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പെറുക്കിയെടുത്തത് കേട്ടോ. നല്ല എന്നാ പറയണത്, നമ്മുടെ ഒരു ചെറിയുടെയൊക്കെ ഒരു ഷേപ്പുണ്ട്. പക്ഷേ ചെറിയുടെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ചെറിയക്കായ് നല്ല മുഴുപ്പുണ്ട് ഇതിന്. പിന്നെ നമ്മുടെ കാടമുട്ടയുടെയൊക്കെ ഒരു വലിപ്പേ കാണുള്ളൂ ഇതിൻ്റെ ഒരു കായ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് പഴുത്ത് വരും. ഇത് പച്ചയ്ക്ക് താഴെ വീണതാണ്, ചൂട് കാരണമാണെന്ന് തോന്നുന്നു താഴത്തേക്ക് വീണതാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ മരം. ഇതിൻ്റെ മുകളിൽ നിറയെ കാരക്ക ഉണ്ടായി കിടപ്പുണ്ട്, നിറയെ കാരക്ക. ഞാനൊക്കെ ചെറുപ്പത്തിൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ കാരക്കയൊക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉപ്പിലിട്ട് വയ്ക്കുക, അച്ചാറിട്ട് വയ്ക്കുക. അത് നമ്മൾ സാധാരണ മാങ്ങയും നാരങ്ങയൊക്കെ കഴിക്കുന്നതിൽ നിന്ന് ഒരു വേറൊരു ടേസ്റ്റാണ് നമ്മളിത് ഉണ്ടാക്കി കഴിക്കുമ്പോഴത്തേക്കും. അതുപോലെ തന്നെ ഇത് പഴുത്ത് കഴിഞ്ഞാലും കഴിക്കാനായിട്ട് ഒരു പുളിയും മധുരവും കൂടെ കൂടിയിട്ടുള്ളൊരു ടേസ്റ്റാണ്. നല്ല സുഖമാണ് കഴിക്കാനായിട്ട്, നല്ല രസമാണ് കഴിച്ചുകൊണ്ടിരിക്കുക. പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഇതിങ്ങനെ വെറുതെ ഇങ്ങനെ നമ്മൾ കുടംപുളിയൊക്കെ കഴിക്കില്ലേ എന്ന് പറഞ്ഞ മാതിരി അങ്ങനെ കഴിക്കാനൊക്കെ ആയിട്ട് നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ആ കാ വരുന്നത്. ഇതുണ്ടല്ലോ, ഞാൻ ഓർത്ത് ഇന്ന് എന്തായാലും ഇത്രയും വീഡിയോസൊക്കെ ചെയ്തില്ല, ഇത് നിറയെ ഇങ്ങനെ മേളുണ്ടായി കിടക്കുന്ന കണ്ടപ്പോഴത്തേക്കും എനിക്കും കുറച്ച് അച്ചാറിടാൻ തുടങ്ങി. എന്തായാലും ഞാൻ ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഒന്ന് പറഞ്ഞിട്ട് ഞാൻ അച്ചാറിട്ട് കാണിക്കാം കേട്ടോ നിങ്ങളെ. എനിക്കത് അച്ചാറിട്ടിട്ട് കഴിക്കാൻ ഒരു കൊതി തോന്നി, അപ്പോൾ പിന്നെ അച്ചാറിട്ടേക്കാന്ന് വിചാരിച്ചേ. അപ്പോൾ ഇതിൻ്റെ ശാസ്ത്രീയ നാമം എലയോകാർപ്പസ് വേരിയബിൾസ് എന്നാണ്. അതേപോലെ തന്നെ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. കാര, കട്ടക്കാര, മലങ്കാര, അങ്ങനെ പല പേരുകളിൽ പല സ്ഥലങ്ങളിലായിട്ട് അറിയപ്പെടുന്ന ഒരു പഴമാണ്. പണ്ട് കാലങ്ങളിലാണ് ഇതിന് ഭയങ്കര ഡിമാൻഡ് ഉണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു ചെറിയ കുട്ടികൾക്കൊക്കെ വയറുവേദനയൊക്കെ വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ഈ കാരക്കാപ്പഴം കൊടുക്കാറുണ്ട് കഴിക്കാനായിട്ട്. അപ്പോൾ വയറുവേദനയൊക്കെ ശമിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിതിൻ്റെ ഈ കായ ഒന്ന് പറിച്ചെടുത്തിട്ട് അതൊന്ന് അച്ചാറിട്ട് നോക്കാം. ഇത് നിലത്ത് കിടന്നതല്ലേ, അതുകൊണ്ട് ഞാൻ മേളിൽ നിന്ന് പറിക്കാമെന്ന് വിചാരിച്ചു. പറിച്ചിട്ട് നമുക്ക് അച്ചാറിടാം. 2 ടൈപ്പ് കാരക്കയുണ്ട്. ഒന്ന് ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്നത്, ഇത് നല്ല കാരക്കയാണ്. നമ്മൾ ഉപ്പിലിട്ടാലും അച്ചാറിടാനൊക്കെ നല്ല സൂപ്പർ കാരക്കയാണ്. പിന്നെ വേറൊരു ടൈപ്പും കൂടി ഉണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കവർപ്പും ഒരു കയ്പും ഒക്കെയാണ്. നമുക്ക് അച്ചാറൊന്നും ഇട്ട് കഴിഞ്ഞാൽ കഴിക്കാൻ കയ്പാണ് അതിന് കൂടുതൽ. നമുക്ക് 2 മരവും നമ്മുടെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. നല്ല കയ്പുള്ളത് കൊണ്ട് നല്ല കാരക്കയും നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടത്. ഇത് കണ്ടോ, നല്ല ഫ്രഷ് കാരക്ക. എനിക്ക് നമ്മുടെ ഒരു സ്റ്റാഫ് മേളിൽ കയറി കുലുക്കി പറിച്ചു തന്നതാണ്. അപ്പോൾ ഈ നിറയെ ഇങ്ങനെ ഉണ്ടായി കിടക്കണം കണ്ടപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ ആയിരുന്ന സമയത്ത് നിറയെ കാരക്ക ഉപ്പിലിട്ടതും അതേപോലെ കാരക്ക പഴുത്ത് കഴിയുമ്പോഴും അച്ചാറൊക്കെ ഉണ്ടായി കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് വായിൽ വന്ന്. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടായി കിടക്കണം കണ്ടപ്പോൾ എനിക്കും ഒരു ആഗ്രഹം, ഒരു അച്ചാർ ഉണ്ടാക്കാനായിട്ട്. എന്തായാലും നമുക്ക് ഒരേ അച്ചാർ ഉണ്ടാക്കിയിട്ട് വരാം. അപ്പോൾ ഞാൻ കാരക്ക കൊണ്ട് അച്ചാർ ഉണ്ടാക്കാൻ പോകും കേട്ടോ. പക്ഷേ ഞാൻ അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഞാൻ നിങ്ങളെ പച്ച പറിച്ചതൊക്കെ ഇവിടെ കാണിച്ചില്ലേ. കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് എനിക്ക് ഫാമിൽ നിന്ന് കുറച്ചൊരു മീഡിയം പഴുപ്പുള്ളത്, കുറച്ചുകൂടെ ഒരു മധുരവും ഒരു പുളിയും കൂടെയൊക്കെയുള്ള കുറച്ച് കാരക്ക തന്നു. അപ്പം ഞാൻ വിചാരിച്ചു പച്ച പിന്നെ ഇടാം, പഴുത്തത് ഇപ്പം ഇടാമെന്ന്. കാരണം ഇതിൻ്റെ രണ്ടിൻ്റെ വേവ് ഡിഫറൻസ് ആണ്. കാരണം പച്ചയാകുമ്പോൾ നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടി ഉപ്പും ഒക്കെ കൂടെ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം, തിളപ്പിച്ച് ഊറ്റിയെടുക്കണം. ഇതാകുമ്പോഴത്തേക്കും പഴുത്താകുമ്പോഴത്തേക്കും അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഈന്തപ്പഴമൊക്കെ അച്ചാറിടില്ലേ എന്ന് പറഞ്ഞമാതിരി നമുക്കിത് അച്ചാറിട്ടെടുക്കാം. അപ്പം നമുക്ക് എന്തായാലും അച്ചാറുണ്ടാക്കാം. അപ്പം ഞാൻ അച്ചാറുണ്ടാക്കാനായിട്ട് എടുത്ത് വെച്ച സാധനങ്ങൾ ഇതൊക്കെയാണേ: ഉപ്പ്, പിന്നെ വറ്റൽമുളക്, കടുക്, ഉലുവാപ്പൊടി, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത് പച്ചമുളക് അരിഞ്ഞത്, ഇഞ്ചി ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞത്, പിന്നെ വേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ വെളിച്ചെണ്ണയുണ്ട്. ഞാനപ്പോൾ അതിനായിട്ടൊരു ചട്ടിയാണ് കേട്ടോ, മൺചട്ടിയാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ആ ചട്ടി ഞാൻ എടുത്ത് അടുപ്പേ വെച്ചിട്ടുണ്ട്. അത് ചൂടായി, ഇതേ നല്ല പുകയൊക്കെ വരുന്നുണ്ട്. ഞാൻ തീയൊക്കെ കുറച്ച് വെച്ചേക്കാം. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാൻ പോകുന്നു. നമ്മൾ നോർമലി ഒഴിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് അച്ചാർ ഉണ്ടാക്കാനാണേലും നമ്മൾ കുറേ നാൾ ഇരിക്കണമെങ്കിലും ഒക്കെ നല്ലെണ്ണയാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പം ഞാൻ എന്തായാലും ഇപ്പം ഈ കുറച്ചൊരു 5-8 10 ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ ഉണ്ടാക്കിയ ടേസ്റ്റ് കുറവൊന്നും ഉണ്ടാവില്ല, പക്ഷേ നല്ലെണ്ണയാണ് ഏറ്റവും ബെസ്റ്റ്.
അപ്പം ഞാൻ അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചേ. ഇനി ഞാൻ അതിൻ്റെ തീ ഒന്ന് കൂട്ടി വയ്ക്കാം. ചൂടായി കഴിയുമ്പോൾ നമുക്കൊന്ന് കടുക് പൊട്ടിച്ചെടുക്കണം. അപ്പം ഇത് എണ്ണ ചൂടായിട്ടുണ്ട്, അതിനകത്തേക്ക് കുറച്ച് കടുക് ഇടുവാണേ. കുറച്ചേ ഇട്ടിട്ടുള്ളൂ. അതൊന്ന് പൊട്ടട്ടെ. പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കൊല്ലമുളകാണ് കേട്ടോ, സോറി വറ്റൽമുളക്. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. പിന്നെ നമ്മുടെ ടേസ്റ്റ് മേക്കറാണ്, അച്ചാറിൻ്റെയൊക്കെ ടേസ്റ്റ് മേക്കറാണ് ദേ ഇഞ്ചി ഇതാണ്. അത് നല്ല നീളത്തിലായിരുന്നു, അതിങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്. ഇതിങ്ങനെ എണ്ണയിലൊക്കെ കിടന്ന് മൂത്തിട്ടുണ്ടല്ലോ, കടിക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിനകത്ത് ഇങ്ങനെ കിടന്ന് നന്നായിട്ട് മൂത്ത് വരും. എണ്ണയിൽ കിടന്നങ്ങ് മൂക്കുമ്പോഴത്തേക്കും ഈ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ അച്ചാറിൻ്റെ കൂടെ ആ ഒരു മുളകും ഒക്കെ പിടിച്ചിട്ട് കായപ്പൊടിയുടെയും അതൊക്കെ ടേസ്റ്റ് വരുമ്പോഴത്തേക്കും നല്ല രുചിയാണ് ചുമ്മാ കഴിക്കാനായിട്ട്. നല്ലതായിട്ട് ഫ്രൈ ആവണുണ്ട് പെട്ടെന്ന്, കാരണം ഇത് മൺചട്ടി ആയ കാരണം നമ്മൾ തീ വെച്ചേക്കുന്ന ആ ചൂട് പാത്രത്തിന് അടിയിലുണ്ടാവുമല്ലോ. അപ്പം ഞാൻ തീ കുറച്ച് വെച്ചേക്കാം, പക്ഷെ നന്നായിട്ട് പെട്ടെന്ന് അത് മൊരിഞ്ഞു വരുന്നുണ്ട്. ഇതാണ് ഞാൻ ഇളക്കാൻ എടുത്തുകൊണ്ട് വന്ന തവി. ഇതിനകത്തിട്ട് ഇളക്കിയിട്ട് ശരിയാവുന്നില്ല. അപ്പം അത് ഞാനെടുത്ത് മാറ്റി വെച്ചിട്ട് ഞാനിപ്പോൾ മുളക് പൊടിക്കകത്തുനിന്ന് സ്പൂൺ എടുത്തതാണ്. ചെറിയതിടുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലേക്ക് ആവി അടിക്കുമ്പോഴത്തേക്കും പൊള്ളും. ഇത് കണ്ടോ, ഇതെല്ലാം കൂടി ഇങ്ങനെ ക്രിസ്പി ആയിട്ട് ഇങ്ങനെ കിടക്കണ കാണുമ്പോൾ തന്നെ നല്ല രസമല്ലേ, നല്ല സ്മെല്ലും വന്നുണ്ട് കേട്ടോ. നല്ല ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ എണ്ണയ്ക്കകത്ത് മൂത്ത് കഴിയുമ്പോൾ എന്നാ സ്മെല്ലാണെന്നറിയാമോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിനകത്ത് നമ്മൾ വെള്ളം ചേർക്കുന്നില്ല, കാരണം നമ്മൾ നോർമലി അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി വെള്ളമൊക്കെ ചൂടാക്കി അതിനകത്ത് ഒഴിച്ചു കൊടുക്കണം. ഇത് ഇച്ചിരി ഉള്ളായിരുന്നു, അത് തന്നെയല്ല. പിന്നെ നമ്മളിപ്പോൾ തന്നെ തിന്ന് തീർക്കും. വെള്ളം ഒഴിച്ചാൽ കുറച്ച് ചാറായിട്ട് ഉണ്ടാവും, നമുക്ക് അച്ചാർ എടുക്കുമ്പോൾ ചാറുണ്ടാവും. ഇതാകുമ്പോൾ കുറച്ച് ഇതായിട്ട് തിക്കായിട്ടിരിക്കും. കുറച്ച് വിനാഗിരി മാത്രം ചേർക്കുമ്പോഴത്തേക്കും ഇത് നോക്കിയേ, നല്ല അടിപൊളിയായിട്ട് ക്രിസ്പി ആയിട്ട് ഒന്നൊന്ന് തൊടാതെ ഇങ്ങനെ കിടക്കണം കേട്ടോ. നല്ല സ്മെല്ലുമാണ്. ഇഞ്ചിയൊക്കെ മൂത്ത് വരുമ്പോഴത്തേക്കും മറ്റേ നമ്മൾ ഇഞ്ചിക്കറിയൊക്കെ വയ്ക്കാൻ നേരത്തെ ഇഞ്ചി മൂപ്പിച്ചെടുക്കില്ലേ എണ്ണയിൽ എന്ന് പറഞ്ഞ മാതിരിയുള്ളൊരു സ്മെല്ലാണ്, നല്ല സ്മെല്ലാണ്. പിന്നെ ഇപ്പം നമുക്ക് ഇതിനകത്തേക്ക് പൊടിയെല്ലാം ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാവേ. ഇതിനകത്തേക്ക് ഞാൻ ഇത് ഇച്ചിരി മാറ്റി വെച്ചിട്ടുണ്ട്, എന്നിട്ട് ആ എണ്ണയ്ക്കകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുവാണേ. മുളക് പൊടി ഇത് ഞാൻ എന്നറിയാമോ, സാധാ മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും കൂടെ മിക്സ് ആക്കി എടുത്തു. അപ്പം രണ്ടും കൂടെ ഒരു ഒത്തിരി ആവശ്യമില്ല, കാരണം കുറച്ചല്ലേ ഉള്ളൂ, ഒരു 2.5 സ്പൂൺ ഇട്ടു. ചൂടാണ്. കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാവേ, കായം കുറച്ച് നല്ലതാണ് അച്ചാറിന്. ഇനി കുറച്ച് ഉലുവാപ്പൊടിയും കൂടെ ചേർക്കാം. ഞാൻ അച്ചാർ പൊടി എടുത്തില്ല, അച്ചാർ പൊടിക്ക് പകരമാണ് ഞാൻ ഈ ഉലുവാപ്പൊടിയും കായപ്പൊടിയും ഒക്കെ ചേർക്കുന്നത്. നമ്മൾ പണ്ട് കാലത്തൊക്കെ അങ്ങനെയല്ലേ, ഞങ്ങളുടെയൊക്കെ വീട്ടിൽ അങ്ങനെയാണ്, ഉലുവയും കായും ഒക്കെ പൊടിച്ച് ഒക്കെ എടുത്തിട്ടാണ്. അച്ചാർ പൊടിയൊന്നും ഇല്ലായിരുന്നു ആ സമയത്തൊക്കെ. അതിനകത്ത് മെയിനായിട്ട് ചേർക്കേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഉപ്പാണ് കേട്ടോ. അത് നമ്മുടെ ഒരു കൈപ്പാകം വെച്ചിട്ട് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി, കൂടുതൽ ഇടണ്ട, ടേസ്റ്റ് നോക്കിയിട്ട് ഇട്ടാൽ മതി. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ചേർത്തു, അച്ചാറിന് വേണ്ടതായ എല്ലാ സാധനങ്ങളും. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് ഒഴിക്കാനുള്ളത് കുറച്ച് വിനാഗിരിയാണ്. ഒരുപാട് ഒഴിക്കേണ്ട, ഇതിനൊരു പുളിയും മധുരമൊക്കെ ഉള്ളത് കൊണ്ട് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഈ കൊടുത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഇത് ചേർത്ത് കൊടുക്കാം, തിളച്ച വെള്ളം വേണമെങ്കിൽ. അപ്പോൾ കുറച്ചുകൂടി ചാറായിട്ട് നമുക്ക് അച്ചാർ എടുക്കാൻ പറ്റും. ചിലർക്ക് അച്ചാറിൻ്റെ ചാറൊക്കെ മതിയാവും, കഷ്ണം വലിയ താല്പര്യം ഉണ്ടാവില്ല കഴിക്കാനായിട്ട്. ഇതെല്ലാം കൂടെ ചേർന്ന് നല്ല മിക്സായിട്ട് തിളച്ച് നല്ല തിക്ക് ഗ്രേവി ആയിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത്. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം, ചെറു ചൂടോടുകൂടി തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാനത് ചേർക്കുന്നില്ല, ഇച്ചിരി ഇത് ഒരു വേറൊരു ടേസ്റ്റുള്ള സാധനമല്ലേ നമ്മുടെ കാരയ്ക്ക. അപ്പോൾ അതിന് ചാറ് വേണമെന്നില്ല, ആ ഒരു ഗ്രേവി അതേൽ തിക്കായിട്ട് പിടിച്ചിരിക്കുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് തന്നെ. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഇങ്ങനെ തന്നെ, ഇത് ചെറുതായിട്ടൊന്ന് വരഞ്ഞിട്ടുണ്ട് കേട്ടോ, ഞാനിതിലെ ഫുള്ളൊന്ന് വരഞ്ഞിട്ടുണ്ട് ചെറുതായിട്ട്. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ തന്നെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോവാം. ഇതുണ്ടല്ലോ നമ്മുടെ കാരയ്ക്കാപ്പഴം ഉണ്ടല്ലോ, ഇപ്പം നമ്മുടെ റംസാൻ കാലമൊക്കെ ആണല്ലോ, എല്ലാവർക്കും നോമ്പും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഈ നോമ്പ് തുറക്കണ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒന്നില്ലെങ്കിൽ ഈന്തപ്പഴം അല്ലേ കാരയ്ക്കാപ്പഴം, അത് നിർബന്ധമാണ്. അത് നോമ്പിൻ്റെ ഒരു പ്രധാന ഒരു വിഭവമാണ് ഇവർക്ക് ഈ കാരയ്ക്കാപ്പഴം എന്ന് പറയുന്നത്. അപ്പോൾ അത് പക്ഷേ എനിക്ക് തോന്നുന്നു ആ പഴുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഇച്ചിരി ഒരു മീഡിയം പഴുപ്പുള്ളത് അച്ചാറിട്ടാലും വേറൊരു ടേസ്റ്റാണ്. ഇത് നോക്കിക്കേ, നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഇഷ്ടം പോലെ ഇങ്ങനെ ഇട്ട് വെള്ളം ചേർക്കാതെ ഇട്ട് നല്ല ഭരണിയിലൊക്കെ ആക്കി, ചീനഭരണിയില്ലേ അതിലൊക്കെ ആക്കി ഇങ്ങനെ അടച്ചു വെച്ചേക്കും. എത്ര നാളിരിക്കും എന്നറിയാം. കടുമാങ്ങ അച്ചാറ്, കാരയ്ക്ക അച്ചാറ്, അതേപോലെ വലിയ മാങ്ങ, മറ്റേ നാടൻ മാങ്ങയൊക്കെ ഉപ്പിലിട്ട് വയ്ക്കുന്നത്,
അതെന്ന് വെച്ചാൽ മഴക്കാലത്ത് കറി വയ്ക്കാനൊന്നും ഇല്ലെങ്കിൽ ഈ നമ്മുടെ ഉപ്പുമാങ്ങ എടുത്തിട്ട് ചമ്മന്തി അരച്ച് ചോറ് കഴിക്കും. എന്തൊരു ടേസ്റ്റാണെന്നറിയാമോ? നമ്മുടെ അച്ചാറൊക്കെ നല്ല കുറുകി നല്ല സെറ്റായി ഇതെല്ലാം പിടിച്ചിരിക്കുന്നത്. ഒരു 2-3 ദിവസം ഇരുന്ന് കഴിഞ്ഞാലാണ് അത് കറക്റ്റായിട്ട് അതിൻ്റെ ആ ഒരു പരുവം വരത്തുള്ളൂ. കാരണം എല്ലാ മസാലയൊക്കെ പിടിച്ച് സെറ്റ് ആവണമെന്നുണ്ട്. ആ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മളൊരു 2-3 ദിവസം ഇരിക്കണം. എന്തായാലും ഞാൻ തീയൊക്കെ ഓഫ് ചെയ്തു എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് അത് അപ്പുറത്തുനിന്ന് ജാതിക്ക പഴുത്തത് കിട്ടിയത്. അപ്പം ഞാൻ വിചാരിച്ചൊരു ശകലം മുളക് പൊടിയൊക്കെ ഉപ്പിനൊന്നും പോകേണ്ട കാര്യമില്ലല്ലോ, ഇവിടെ തന്നെ ഉണ്ടല്ലോ. വേറെന്നൊക്കെ ബെസ്റ്റ് സാധനമാണ് ജാതിക്ക. അച്ചാറൊക്കെ റെഡിയായി. ഞാനത് എന്തായാലും ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാൻ പോവാണ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് വായിൽ വെള്ളം വരും. കുറച്ച് ചോറും കൂടെ ഉണ്ടായിരുന്നു, ഇച്ചിരി തൈരും ഒക്കെ കൂട്ടി കഴിക്കാൻ. കാരയ്ക്കും മസാല എല്ലാം കൂടെ മിക്സാക്കി അതിൻ്റെ ഞാൻ ആ കുരുണ്ട്, അപ്പോൾ അത് കളഞ്ഞിട്ട് അതിൽ നിന്ന് തെന്നിച്ച് എടുത്തതാണ്. അപ്പോൾ അതും നമ്മുടെ മസാല എല്ലാം കൂടെ, ആ മുളകിൻ്റെ മസാല എല്ലാം കൂടെ കൂട്ടിയിട്ട് ഞാൻ എടുത്താൽ കഴിച്ച് ടേസ്റ്റ് നോക്കാം. ഞാൻ ഉണ്ടാക്കിയില്ലേ, അപ്പം ഞാനൊന്ന് ടേസ്റ്റ് നോക്കണ്ടേ. ഒരു ലേശം ഉപ്പിൻ്റെ കുറവുണ്ട്, ബാക്കിയെല്ലാം സെറ്റാണ്. അപ്പം ഇതാണ് നമ്മുടെ കാരയ്ക്ക അച്ചാർ. അടിപൊളി ടേസ്റ്റാണ്. ഒരു മധുരവും പുളിയും എല്ലാം കൂടി ഉണ്ടായിരുന്നത് കൊണ്ട് നല്ല ടേസ്റ്റാണ്. പച്ചയ്ക്കാവുമ്പോൾ ഈ ഒരു മധുരം കിട്ടുന്ന സ്വീറ്റ്നെസ് കിട്ടത്തില്ല, പക്ഷേ ഇതിന് ആ ഒരു മധുരവും കൂടി ഉണ്ടായിരുന്ന കാരണം നല്ല ടേസ്റ്റാണ്. ഞാൻ കഴിച്ചു നോക്കി, അടിപൊളി. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ സൂപ്പറാണ്. നമ്മൾ ചപ്പാത്തിക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാം, അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും കാരയ്ക്ക കിട്ടുകയാണെങ്കിൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്യണം, മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ടതാണ്. കാരണം നമ്മളെപ്പോഴും വെറൈറ്റി അല്ലേ വേണ്ട. മലയാളികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം വെറൈറ്റിയാണ്, ഫുഡുകൾ വെറൈറ്റി, എന്തും വെറൈറ്റി നോക്കുന്ന ആൾക്കാരാണ്. അപ്പം നമ്മൾ ഈ നോർമലി കഴിക്കുന്ന അച്ചാർ, മാങ്ങ, നാരങ്ങ അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കിട്ടുമ്പോഴത്തേക്കും ഇതുമൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പം എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.